ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ ചാണകപ്പൊടി വെട്ടിയിട്ടു ഉണങ്ങുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ. ഇന്ന് ഞങ്ങൾ അവിടെ വാരി കെട്ടുവാണ്. അപ്പോഴ് നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയിട്ട് നമുക്ക് നോക്കാം ഇന്ന് അങ്ങനെ ഉണങ്ങിയിട്ടുണ്ടോ എങ്ങനെയാണെന്ന് അവിടുത്തെ അവസ്ഥ നമുക്ക് ഒന്ന് നോക്കാം. ബാ. കാലമേ നീ തന്ന നോവുകളെല്ലാം പൂവിതളായി ഞാൻ ചേർത്തു വച്ചു. കാലമേ നീ തന്ന നോവുകളെല്ലാം പൂവിതളായി ഞാൻ ചേർത്തു വച്ചു. കഥനം നിറഞ്ഞൊരൻ വഴിത്താരയിൽ കനലുകൾ പോലെ തിളങ്ങി നിന്നു. കഥനം നിറഞ്ഞൊരൻ വഴിത്താരയിൽ കനലുകൾ പോലെ തിളങ്ങി നിന്നു. ചേട്ടായി വാരി കെട്ടയാണ് ഇന്ന്. നല്ല ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല നമുക്കിപ്പം ചാണകപ്പൊടി കൈകൊണ്ട് വാരാം. നല്ലതായിട്ട് ഉണങ്ങി കണ്ടില്ലേ, കണ്ടോ, നന്നായിട്ട് ഉണങ്ങി. അപ്പൊ ഇന്ന് വാരി കെട്ടയാണ്. നമ്മളെ കയ്യിൽ ഒട്ടുന്നില്ല, വെള്ളത്തിന്റെ അംശമോ വേറെ ഒന്നുമില്ല. നന്നായിട്ട് ഉണങ്ങിയിട്ട് 4 ദിവസം ആയതേ ഉള്ളൂ. നമ്മളിപ്പം ജോലിക്കാരെ വിട്ട് ഞങ്ങൾ മറിച്ചിടും. പിന്നെ വാരി കെട്ടുന്നത് ചേട്ടനോ മോനോ ആരെങ്കിലും ഒക്കെ അങ്ങ് വാരിക്കെട്ടും കേട്ടോ. ചാക്കിലാക്കുന്ന തന്നെയല്ല. അപ്പം വൈകുന്നേരം അവർക്ക് കുറച്ച് കൂടുതൽ പണി കാണും. പശുക്കളെ ഒന്നുകൂടെ കുളിപ്പിക്കുന്നതും ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള പണികൾ കാണും. അപ്പോൾ ഇവിടെ ആരെങ്കിലും ഒക്കെ അങ്ങ് വാരിക്കെട്ടും. അങ്ങനെ ഇതിപ്പം ഇതെല്ലാം വാരിക്കെട്ടിയിട്ടുണ്ട്. ഇതെല്ലാം വാരി കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ ഒന്നുകൂടെ അവിടെ കിടക്കുന്നതിനെ ഒന്നുകൂടെ കൂട്ടാണ്ട് കിടക്കുന്നില്ല, അതിനെ ഒന്ന് മറിച്ചിങ്ങോട്ടിടും. അപ്പോ പാകമായിട്ടുണ്ട്. അപ്പൊ കഴിവതും എല്ലാവരും സ്ഥലമുള്ളവർ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യേ. പക്ഷേ ഇന്ന് ഞങ്ങള് ഒരു സ്ഥലത്ത് പോയേ, ഒരു പശു വിൽപ്പനയ്ക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ ഇന്ന് അവിടെ പോയി. അവിടെ പോയപ്പോ ഞാൻ കണ്ടതാണ് മിഷ്യൻ, ചാണകം ഉണക്കുന്ന മിഷ്യൻ. ഞാൻ ഇതുപോലെ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടോ നേരിട്ട് കാണുന്നേ. ഈ കർഷകരുടെ ഗ്രൂപ്പിലും ഫേസ്ബുക്ക് വഴി ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചാണകം ഉണക്കുന്ന മിഷ്യനൊക്കെ. അപ്പൊ ഇന്ന് ഞാൻ നേരിട്ട് കണ്ടു. ചാണകം ഉണക്കുന്ന മിഷ്യനെ കുറിച്ച് 3 ലക്ഷം രൂപയാണ് കേട്ടോ, 3 ലക്ഷം രൂപയാണ്. അപ്പം ചാണകം ഉണക്കുന്ന മിഷ്യൻ. അപ്പൊ എനിക്ക് താല്പര്യമുണ്ട്. അത് സബ്സിഡി കിട്ടുമോ നോക്കണം. സബ്സിഡി എന്തെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്കത് വാങ്ങി വെച്ചാൽ അത് നല്ലതാണ് കേട്ടോ. നമുക്ക് ഇതുപോലെ കൊണ്ട് പിന്നെ തട്ടിയിടണ്ട, ഒന്നും ചെയ്യണ്ട. അതൊരു കുഴിയിലാണ്. കുഴിയിലിട്ടതിന് ശേഷം പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ ആ മിഷ്യനിലേക്ക് വന്ന് അങ്ങനെ ചെയ്യുന്നതാണ്. വാങ്ങുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആഗ്രഹമുണ്ട്. നമുക്കിപ്പം ഒരുപാട് ആഗ്രഹിച്ചാലല്ലേ നമുക്ക് എന്തെങ്കിലും കുറച്ചെങ്കിലും കിട്ടുള്ളൂ. അതുപോലെ ആഗ്രഹമുണ്ട് അത് ചെയ്യണമെന്ന്. നോക്കാം നമുക്ക്. പക്ഷെ നമുക്കിവിടെ ചാണകം കുറവാണ് കേട്ടോ. നമുക്കിവിടെ അങ്ങനെ ചാണകം പിന്നെ വേസ്റ്റ് ആയിട്ട് നമുക്കങ്ങനെ പോകുന്നില്ല. നമുക്കെല്ലാം നമ്മളെ വയലിൽ പുൽകൃഷിക്കാണ് പോണത്. ചാണകം കൂടുതലും പോണത് പുൽകൃഷി പിന്നെ അങ്ങോട്ടാണ് പോണത്. അപ്പൊ കുറച്ച് ചാണകം മാത്രമേ ഇവിടെ ഉള്ളൂ. അങ്ങനെ ഇവിടെ ഇങ്ങനെ വൃത്തികേടായിട്ടൊന്നും ഞങ്ങളങ്ങനെ ഇട്ടിരിക്കുന്നില്ല. ഈ ചിലര് പശു വെട്ടുന്നവര് കുറച്ച് വീടുകളുടെ ഇടയിലും സിറ്റിയില് ഇങ്ങനെയൊക്കെ ഉള്ളവരാണ്. സ്ഥലം അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ വിഷയം വാങ്ങിച്ചു വെച്ചൊക്കെ അവര് അടിക്കുന്നത്. അപ്പം കണ്ടില്ലേ, നമ്മുടെ ചാണകപ്പൊടി ഉണങ്ങി ചാക്കിൽ വാരി ആക്കുകയാണ് കേട്ടോ. ശരി, എന്നാ കഴിവതും എല്ലാവരും അങ്ങനെ ചെയ്തോളൂ. ഓക്കേ.